നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാനുള്ള ഒരു ചാപ്റ്ററാണ് എന്ത് നമ്മുടെ ദ ജംഗിൾ എയർ ക്രാഷ് അല്ലേ. അപ്പോൾ ഒരു ഡിസാസ്റ്ററിനെ പറ്റിയിട്ടാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ നമുക്ക് നല്ല ഈസി ആയിട്ട് അത് പഠിക്കാൻ. ചാപ്റ്റർ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കോംപ്ലിക്കേറ്റഡ് ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ മിസ് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എക്സാമിന് മുന്നേ ഒരു പില്ല് അല്ലേ, നമുക്കൊരു സമ്മറി ആക്കിയിട്ട് മിസ് അതിൻ്റെ കാര്യം ഫുള്ള് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എന്ത് ചെയ്താൽ മതി, ലാസ്റ്റ് വരെ ഒന്ന് കണ്ടാൽ മതി, അത്രയേ ഉള്ളൂ. ഓക്കെ, റെഡി. അപ്പോൾ ദ ജംഗിൾ എയർ ക്രാഷ് എന്ന് പറയുന്നത് എന്താണ്, നമുക്കതാ കാണുന്നുണ്ട് മിസ് അവിടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്തോ ഒരു എയറോപ്ലെയിൻ ക്രാഷ് ആയി കിടക്കുന്നത് നമുക്ക് കാണുന്നുണ്ട്, ഒരു കാട്ടിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കിടക്കുന്നത് കാണുന്നുണ്ട് അല്ലേ. അപ്പം നമുക്ക് അതെന്താണെന്ന് നോക്കാം കേട്ടോ. റെഡി. അപ്പോൾ The jungle air crash revolves around the horrific experience of Julian Diller, a German biologist who survived along in the Peruvian rainforest for 11.5 days. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ ലൈഫ് ഓഫ് പൈ ഒക്കെ കണ്ടിട്ടില്ലേ, അതേപോലെ ഇതും എന്താണ്, ഒരു ഡിസാസ്റ്റർ സർവൈവ് ചെയ്ത ഒരാളാണ് അല്ലേ. നമ്മുടെ ജൂലിയൻ ഡില്ലർ എന്ന് പറയുന്ന ആളുടെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് പറയുന്നത് അല്ലേ. യെസ്, അപ്പോൾ ആളൊരു ജർമ്മൻ ബയോളജിസ്റ്റ് ആണ്. ആള് പെറൂവിയൻ റെയിൻ ഫോറസ്റ്റിൽ ഒറ്റയ്ക്ക് എത്ര ദിവസം നോക്കി, 11.5 days 11.5 days ആള് സർവൈവ് ചെയ്തു അല്ലേ. ഒന്ന് ആലോചിക്കുക, നിങ്ങളെ കൊണ്ട് പറ്റുമോ? നമ്മളാണെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, 11.5 days കഴിയുന്നതിന് മുന്നേ തന്നെ നമ്മൾ ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്ന് തട്ടിപ്പോയിട്ടുണ്ടാവും അല്ലേ, പേടിച്ചിട്ട്. മിസ്സൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ തട്ടിപ്പോയിട്ടുണ്ടാവും, നിങ്ങളാണെങ്കിൽ ചിലപ്പോൾ ധൈര്യശാലികളായെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ 30 minutes after take off, when they were over the jungle, visibility diminished and all of a sudden they hit a storm front. അപ്പോൾ ആള് ആ കഥ പറയാണ്, അപ്പം ഇനി ഫസ്റ്റ് മുതൽ പറയാണ് കേട്ടോ. അപ്പോൾ ഈ ടേക്ക് ഓഫ് കഴിഞ്ഞ മുതൽ അങ്ങനെ മേലേക്ക് പോലെ, അപ്പോൾ ആ ടേക്ക് ഓഫ് കഴിഞ്ഞ മുതൽ എന്തുണ്ടായി, അവരൊരു ജംഗിളിന്റെ മുകളിൽ, ഒരു കാടിന്റെ മുകളിൽ എത്തിയ സമയത്ത് അവർക്ക് പുറത്തേക്കൊന്നും മര്യാദയ്ക്ക് കാണാൻ പറ്റാതെ അല്ലേ, വിസിബിലിറ്റി ഡിമിനിഷ് ആയി. ആൻഡ് ഓൾ ഓഫ് എ സഡൻ പെട്ടെന്ന് ഒരു സ്റ്റോം ഹിറ്റ് ചെയ്യാണ് അല്ലേ, ഒരു സ്റ്റോം ഹിറ്റ് ചെയ്യാണ്. ബ്രോഡ് ഡേ ലൈറ്റ് ടേൺ ടു നൈറ്റ്. അപ്പൊ നല്ല വെളിച്ചം ഉണ്ടായിരുന്നത് പെട്ടെന്ന് നൈറ്റ് ആയി. ലൈറ്റ്നിങ് വാസ് ഫ്ലാഷിംഗ് ഫ്രം ഓൾ ഡയറക്ഷൻസ്. എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഭയങ്കര ലൈറ്റ്നിങ് കാണുന്നുണ്ടായിരുന്നു അല്ലെ. ബാഗ്സ്, ഫ്ലവേഴ്സ്, പാക്കേജസ്, ടോയ്സ്, ജാക്കറ്റ്സ് ആൻഡ് ക്ലോത്തിങ് റെയിൻഡ് ഡൗൺ ഹാർഡ് ഓൺ ദം. അപ്പൊ നമ്മളെ ഈ എന്താ പറയാ, എയറോപ്ലെയിനിൽ നമ്മൾ എന്തുണ്ട്, ഫ്ലൈറ്റിൽ നമ്മളിങ്ങനെ സാധനങ്ങളൊക്കെ വെക്കില്ലേ, ബാഗേജസും ഒക്കെ വെക്കില്ലേ. അപ്പൊ അതൊക്കെ എന്തായി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവരുടെ മേത്തേക്ക് വീഴാൻ തുടങ്ങി. പിന്നെ എന്താണ്, സാൻഡ്വിച്ച് ട്രേസ് ആൻഡ് ബാഗ്സ് സോർഡ് ത്രൂ ദി എയർ. അപ്പൊ നമ്മുടെ സാൻഡ്വിച്ച് ട്രേസും ബാഗ്സ് ഒക്കെ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്, അങ്ങോട്ട് ഇങ്ങനെ എറിയുന്ന പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സഡൻലി there was a violent shaking. പെട്ടെന്ന് ഭയങ്കര ഒരു ഷേക്ക് ഉണ്ടായി, നമ്മുടെ ഫ്ലൈറ്റ് മൊത്തത്തിൽ ഷേക്കായി അല്ലെ. ആൻഡ് ഷീ ഫൗണ്ട് ഹെർസെൽഫ് ഔട്ട്സൈഡ് ദ പ്ലെയിൻ. അപ്പൊ പിന്നെ ആളെന്താണ് കാണുന്നത്, പ്ലെയിനിന്റെ പുറത്താണ് ആളെ കാണുന്നത് അല്ലെ, ഫ്ലൈയിങ് അപ്പാർട്ട് ഫ്രം ഇറ്റ്. എന്നിട്ട് ആ പ്ലെയിനിൽ നിന്ന് ഇങ്ങനെ തെറിച്ചിട്ട് പറന്നു പോകുന്നതാണ് ആള് സ്വന്തമായിട്ട് തന്നെ കാണുന്നത്. ആൻഡ് അലോൺ ഫാളിങ്, ഒറ്റയ്ക്ക് വീഴുന്നു. When she woke up, she saw herself lying under a section of 3 seats under upside down with no sign of her mother. അപ്പോൾ ആള് ഉണരുമ്പോൾ ആൾ എന്താണ് കാണുന്നത്, 3 സീറ്റ് ഇങ്ങനെ മറഞ്ഞു കിടക്കുന്നതിന്റെ താഴെയായിട്ടാണ് ആളെ കാണുന്നത് അല്ലേ. അപ്പോൾ അമ്മേനെ കാണുന്നില്ല, അമ്മേന്റെ ഒരു വിവരവും ഇല്ല, നോ സൈൻ ഓഫ് ഹർ മദർ. അതർ പാസഞ്ചേഴ്സ് ഓർ ഓൾ ഓഫ് ദ പ്ലെയിൻ. അപ്പോൾ വേറെ പാസഞ്ചേഴ്സിന്റെയോ അതേപോലെ ആ പ്ലെയിനിന്റെ അവശിഷ്ടങ്ങളെ പറ്റിയിട്ടോ ആൾക്ക് ഒരു വിവരവും ഇല്ല. ഈ ഒരു 3 സീറ്റും ആളും മാത്രമാണ് ഉള്ളത് അല്ലെ. ഷീ സ്പെൻഡ് ദ ഹോൾ നൈറ്റ് ലൈങ് അണ്ടർ ദ സീറ്റ് ഹാഫ് അസ്ലീപ് ഇൻ ഷോക്ക്. അപ്പൊ ആള് എന്താണ്, ഹോൾ നൈറ്റ്, ആ ഒരു രാത്രി മൊത്തം ആൾ അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു. എന്താണ് കാരണം, ആൾ കുറച്ചൊരു ഹാഫ് അസ്ലീപ്പ് ആയിരുന്നു. പിന്നെ എന്താണ്, ആ ഒരു ഷോക്ക്, പെട്ടെന്ന് നിങ്ങളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ തരിച്ചു നിൽക്കില്ലേ, അപ്പൊ ആ ഒരു ഷോക്കിൽ ആൾ അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു. നെക്സ്റ്റ് മോർണിംഗ് ആയപ്പോൾ ഷീ ക്രോൾഡ് ഔട്ട് സ്ലോലി. അപ്പൊ അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ ആള് പതുക്കെ ഇങ്ങനെ എഴഞ്ഞ് പുറത്തേക്ക് പോയി. ഷീ ദെൻ പിക്ഡ് അപ്പ് എ ലോങ് സ്റ്റിക്ക് ടു അവോയ്ഡ് സ്നേക്ക്, പോയ്സൺ, സ്പൈഡേഴ്സ് ആൻഡ് ആൻസ്. അപ്പൊ എന്നിട്ട് ഒരു വലിയ വടി എടുത്തു. എന്നാ പിന്നെ എന്താണ്, ഈ സ്നേക്സിനെയും പാമ്പുകളെയും അതേപോലെ പോയ്സണസ് ആയിട്ടുള്ള സ്പൈഡേഴ്സിനെയും പിന്നെ ആൻസിനെയും ഒക്കെ എന്ത് ചെയ്യാം, അടിച്ചു കൊല്ലാലോ. അപ്പൊ അവരിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്ക് എടുത്ത് കൈ പിടിച്ചു. അവളുടെ പാരന്റ്സ് എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്, ഗൈഡഡ് ഹെർ ദാറ്റ് വെൻ ലോസ്റ്റ് ഇൻ ജംഗിൾ വൺ ഷുഡ് ഓൾവേസ് ലുക്ക് ഫോർ സ്ട്രീംസ്. നമ്മൾ എപ്പോഴെങ്കിലും ഒരു കാട്ടില് ഒറ്റയ്ക്ക് അകപ്പെട്ട് പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്ട്രീംസ് നോക്കണം, അതായത് ഏതെങ്കിലും അരുവി ഉണ്ടോ എന്നുള്ളത് നോക്കണം. അതാണ് നമ്മുടെ കാട്ടിലെ വഴി എന്ന് പറയുന്നത്. ആൻഡ് ദെൻ ഫോളോ ദം ടു ദ ലാർജർ സ്ട്രീംസ്. എന്നിട്ട് എന്ത് ചെയ്യാവേ, അത് എങ്ങോട്ട് എത്തും, വലിയ അരുവികളിലേക്ക് എത്തും അല്ലെ. അപ്പൊ കുഞ്ഞു സ്ട്രീം എന്ത് ചെയ്യാൻ നോക്കിയിട്ട് വലിയ സ്ട്രീമിലേക്ക് എത്താൻ എപ്പോഴും അവളുടെ അച്ഛനും അമ്മയും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. On the third day, she heard vultures, then saw a piece of airplane fuselage and saw
ട്വിസ്റ്റഡ് കേബിൾസ്. അപ്പോൾ മക്കളെ ഫ്യൂസ്ലേജ് എന്നല്ല അതിനെ വായിക്കുക, നമ്മൾ എന്താ വായിക്കുക, ഫ്യൂസലാഷ് എന്നാണ് വായിക്കുക അതിനെ. ഓക്കെ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എയറോപ്ലെയിനിന്റെ മെയിൻ ഭാഗം, ഒരു മെയിൻ പാർട്ടിനെയാണ് നമ്മൾ ഫ്യൂസലാഷ് എന്ന് പറയാം. ഓക്കെ, ദെൻ സോ ട്വിസ്റ്റഡ് കേബിൾസ്, അങ്ങനെ അതിന്റെ കുറച്ച് ട്വിസ്റ്റഡ് ആയിട്ടുള്ള കേബിൾസ്, ഇങ്ങനെ വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്ന കുറച്ച് കേബിൾസും കണ്ടു. അറ്റ് ലാസ്റ്റ് ഷീ റീച്ച്ഡ് അറ്റ് എ പ്ലേസ് വേർ ദെയർ വാസ് എ ലാർജർ റിവർ. അങ്ങനെ എവിടെ എത്തി, ഒരു വലിയ ഒരു റിവർ ഉള്ള ഒരു സ്ഥലത്തെത്തി. ഷീ സോ പാരറ്റ്സ്, monkeys and hummingbirds and many orchids growing on tree trunks. She avoided delicious looking fruit. അപ്പോൾ ആള് വിചാരിച്ചു നല്ല ഭംഗിയിൽ അട്രാക്റ്റീവ് ഒക്കെ ആയിട്ട് കാണുന്ന ഫ്രൂട്ട്സ് ഒക്കെ എന്തായിരിക്കും, പോയ്സണസ് ആയിരിക്കും എന്ന് വിചാരിച്ചു അതിനെയൊക്കെ അവോയ്ഡ് ചെയ്തു അല്ലെ. ഷീ വാസ് സിവിയർലി ഇൻജുർഡ് ഓൺ ഹർ ഫുട്ട്. അപ്പൊ ആളുടെ കാലിൽ, പാദത്തിൽ നല്ലൊരു മുറിവുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതിന്റെ മേലെ ഈ മറ്റേ ഈ കുഞ്ഞു കുഞ്ഞു മാഗറ്റ്സ് പോലെയുള്ള പുഴുക്കളും ഒക്കെ വന്നിട്ട് ഇങ്ങനെ ഇൻഫെക്ഷൻ ഇങ്ങനെ ഹൈ സ്റ്റേജിൽ നിൽക്കുകയാണ്. ആൻഡ് ഇറ്റ് ഗോട്ട് വേഴ്സൺ ബൈ ദ ബൈറ്റ്സ് ഓഫ് ഇൻസെക്ട് ആൻഡ് ദെയർ എഗ്സ് അല്ലെ. നമ്മുടെ ഇങ്ങനെ മുട്ടയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, കുറച്ച് ഇൻസെക്ട്സ് എന്ത് ചെയ്യുന്നുണ്ട്, മുട്ടയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഷീ റിസ്ക്ഡ് ബൈ സ്വിമ്മിങ് ബിക്കോസ് വാക്കിംഗ് വാസ് മച്ച് ഹാർഡ്. അപ്പൊ നടക്കുന്നതിൽ കൂടുതൽ എന്താണ് വയ്യാണ്ടാവും, അതുകൊണ്ട് ആൾ സ്വിം ചെയ്യാൻ, നീന്താന്ന് വിചാരിച്ചു. പക്ഷെ അധികം അങ്ങോട്ട് നീന്താൻ പറ്റിയില്ല, കാരണം ആ റിവർ വാസ് സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വിഫ്റ്റ് വണ്ടിയാണോ, അല്ല, എന്താണ് അത്രയും സ്പീഡിലായിരുന്നു നമ്മുടെ റിവറിന്റെ ഒഴുക്ക്. അപ്പൊ ആൾക്ക് അതിന്റെ കൂടെ കോപ്പ് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഓൾറെഡി വീക്കർ ആണല്ലോ. ഓൺ ദി 10th day, 10ാമത്തെ ദിവസമായപ്പോൾ ഷീ സോ എ ബോട്ട് മൂവ്ഡ് ഓൺ ദ റിവർ ബാങ്ക്. നമ്മുടെ റിവർ ബാങ്കില് നദീ തീരത്ത് എന്ത് കണ്ടു, ഒരു ബോട്ട് കണ്ടു. ആസ് ഹി സോ എ മോട്ടർ ആൻഡ് എ ക്യാൻ ഓഫ് പെട്രോൾ. അപ്പൊ അതിനൊരു മോട്ടറും ഉണ്ടായിരുന്നു, അതേപോലെ ഒരു ക്യാൻ ഓഫ് പെട്രോളും ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ആളുണ്ട്, ഇത് ആരതോ ആണെന്ന് ആൾക്ക് മനസ്സിലായി. പക്ഷെ ആൾ എന്ത് ചെയ്തു, ഒരു ഹട്ടും കണ്ടു ദൂരത്ത്. അപ്പൊ ആൾ അവിടെ വെയിറ്റ് ചെയ്തു, ഇവര് വരട്ടെ, അല്ലെങ്കിൽ നമ്മൾ വേറൊരാളുടെ സാധനങ്ങൾ എടുക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ആൾ അവിടെ വെയിറ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഷീ ഹേർഡ് വോയിസസ് ഓഫ് 3 men who were half white half Indian hunters. അപ്പൊ ഹാഫ് വൈറ്റ് ഹാഫ് ഇന്ത്യൻ ആയിട്ടുള്ള ഹണ്ടേഴ്സിനെ കണ്ടു അല്ലെ. They told her that they kept several huts in the jungle for their expeditions and knew about the crash. അപ്പൊ അവർക്ക് ക്രാഷിനെ പറ്റി അറിയായിരുന്നു. അതിൽ ഒരാള് അല്ലെ, വൺ ഓഫ് ദ 3 ആളിൽ ഒരാൾ എന്താണ്, ഈ സെർച്ച് പ്ലെയിൻ, അതായത് എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ വേറെ കുറെ പ്ലെയിൻ വന്നിട്ട് ഇത് സെർച്ച് ചെയ്യല്ലോ, അങ്ങനെയുള്ള സെർച്ച് പ്ലെയിനിൽ ഉണ്ടായിരുന്ന ഒരാളാണ് എന്ന് പറയുകയും ചെയ്തു. They washed her with salt water. ഉപ്പ് വെള്ളം കൊണ്ട് കഴുകി. Put salve on her wounds and made fruit mash for her. കുടിക്കാൻ ഫ്രൂട്ട് മാഷ് കൊടുത്തു, which she was unable to eat. പക്ഷെ അത് പറ്റുന്നുണ്ടായിരുന്നില്ല കഴിക്കാൻ അല്ലെ. യെസ്, early next morning they got their boat ready and it took her down the river. അപ്പോൾ അവർ ബോട്ട് റെഡിയാക്കി പിറ്റേ ദിവസം രാവിലെ അവളെ കൊണ്ടുപോയി. It took hours to get to the jungle settlement of Turna Vista. It is an agricultural colony. People came running and shouting. കാരണം ആളുടെ കണ്ണൊക്കെ എന്തായിരുന്നു, ബ്ലഡ് ഷോട്ട് ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. They looked entirely red and her face was disfigured. മൊത്തം ഇങ്ങനെ ചോരയും ഓരോ മുറിവും ഒക്കെ കൂടി ആയിട്ട് ഫേസ് ഒന്നും കാണാൻ പറ്റാത്ത വിധത്തിലായിരുന്നു. Swollen out of shape from the insect bite. It had only a small dispensary. അപ്പോൾ നമ്മുടെ ടോർണ വെസ്റ്റയ്ക്ക് അതൊരു അഗ്രികൾച്ചറൽ കോളനിയാണ്, ആകെ ഒരു ഡിസ്പെൻസറി മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് കൊണ്ടുപോയി ആൻഡ് ഷി വാസ് ട്രീറ്റഡ് ഫ്രം ദെയർ അല്ലേ. അപ്പോൾ നമ്മുടെ ആളെ എന്ത് ചെയ്തു, ട്രീറ്റ് ചെയ്തു. ദേ യൂസ്ഡ് എ സ്പെഷ്യൽ മെഡിസിൻ ടു ക്ലീൻ ഔട്ട് ഓൾ ദ വേർംസ്. അപ്പോൾ ആളുടെ കാലിലുള്ള മുറിവിലൊക്കെ എന്തുണ്ടായിരുന്നു, മാഗറ്റ്സ് പോലെയുള്ള പുഴുക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഇൻഫ്ലമേഷൻ തടയാൻ വേണ്ടിയിട്ട് ഒരു ഇഞ്ചക്ഷനും കൂടെ കൊടുത്തു. 11.5 ദിവസം കഴിഞ്ഞപ്പോൾ, 11.5 days കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ നായിക, നമ്മുടെ കഥാപാത്രം എന്ത് ചെയ്തു, നമ്മുടെ ജൂലിയൻ എന്ത് ചെയ്തു, ഒരു പ്ലെയിനും കൂടെ കയറി. എന്തിനാണ്, അത് ഡോക്ടറെ കാണാനായിരുന്നു അല്ലെ. US മിഷൻ ബേസിലുള്ള നമ്മുടെ പുക്കാൽപ്പയിലുള്ള അമേരിക്കൻ ഡോക്ടറിനെ സന്ദർശിക്കാനായിരുന്നു, കാരണം ഒന്ന് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഷീ ലുക്ക്ഡ് ആഫ്റ്റർ ഹർ. അതിനുശേഷം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹർ ഡയറക്ഷൻ സെർച്ച് പ്ലെയിൻസ് ഫൗണ്ട് ദ റെക്കേജ്. അങ്ങനെ ഈ ഒരു സംഭവം നടന്ന ഒരു സ്ഥലമൊക്കെ അവർ കണ്ടുപിടിച്ചു. ഹർ ഫാദർ അറൈവ്ഡ് ആൻഡ് ഇൻഫോംഡ് അബൌട്ട് ദ ഡെത്ത് ഓഫ് ഹർ മദർ. അപ്പൊ ഇവര് ഈ ദുരിതാശ്വാസ ക്യാമ്പൊക്കെ പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അവിടെ ആളുടെ അച്ഛൻ ഉണ്ടായിരുന്നു, പക്ഷേ അമ്മ മരിച്ചുപോയി. ആൾ ഓൾറെഡി എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ അമ്മ മരിച്ചു പോയിട്ടുണ്ട്. ലേറ്റർ സെർച്ചേഴ്സ് ഫൗണ്ട് ദ ഇലക്ട്ര സ്കാറ്റേർഡ് ഓവർ 16 kilometers of jungle. The cause of the crash and how Julian got safely down was unknown. അപ്പൊ എന്തിനാണ് ഇങ്ങനെ ഒരു ക്രാഷ് എങ്ങനെയാണ് സംഭവിച്ചത്, അതേപോലെ ഈ ജൂലിയൻ എങ്ങനെയാണ് വീണത് അല്ലെ, സേഫ് ആയിട്ട് വീണത് എന്നുള്ളതിനൊന്നും ഉത്തരമില്ല. One theory was that the plane exploded at 3000 meters, that the fall of some pieces was cushioned by an enormous upward current of air in the storm. അപ്പോൾ ഒരൊറ്റ തിയറി എന്താണ്, ഇത് എക്സ്പ്ലോഡ് ചെയ്തത് 3000 മീറ്ററിൽ നിന്നാണ്, അതുകൊണ്ട് ഒരു കുഷൻ ഫീൽഡിൽ വന്ന് വീണു എയറിന്റെ ഒരു ഇതുകൊണ്ട് എന്നുള്ള രീതിക്കാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. വായിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ എന്തൊക്കെയോ പറയുന്ന പോലെ തോന്നുമെങ്കിലും ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയില്ലേ, ഈസി ആയില്ലേ?
ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കുട്ടികൾക്കൊക്കെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മിസ്സിൻ്റെ ഈ വീഡിയോയുടെ താഴെ യെസ് മിസ് ഇറ്റ് വാസ് വെരി യൂസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എക്സാമിന് ഓൾ ദി ബെസ്റ്റ്.